രാവിലെ തന്നെ ഫസ്റ്റ് ഫാൻ ഷോ ആണ്. ആൾക്കാരൊക്കെ ഉള്ളിൽ കയറിയിട്ടോ. ബാൽക്കണി ഉണ്ട്, ഫുള്ളും നിറഞ്ഞ ഹൗസ് ഫുള്ളാണ്. വാഹനം കണ്ടറിയാം നമുക്ക്. ഇഷ്ടം പോലെ പടം കാണാൻ ഒരുപാട് ആൾക്കാർ. ഫാൻസുകൾ മാത്രമാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ പടം കാണാനുള്ളത് കേട്ടോ. അതിന് നമ്മമാരെ ഗുഡ് മോർണിംഗ്, ബിബിൻ വിശ്വനാഥൻ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ മലൈക്കോട്ടെ വാലിബൻ ലാലേട്ടൻ്റെയും ലിജോ ജോസ് പില്ലിശ്ശേരിൻ്റെയും പടം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയില്ല. തിയേറ്ററിൽ പോയപ്പോൾ ഫാൻ ഷോ ആണ്. അവിടെ നല്ല തിക്കും തിരക്കായിട്ട് നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വന്ന് ഇവിടെ അടുത്തുള്ള വേറൊരു തിയേറ്ററാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ ഷോ ഉണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പടം ഒന്ന് കാണട്ടെ, എന്താ പാടെന്ന് അറിയില്ല. നല്ല പ്രതീക്ഷയോടെ എല്ലാവരും കേരളം കാത്തിക്കുന്ന ഒരു പടമാണ്. കാരണം ലിജോ ജോസ് പില്ലശ്ശേരിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു ആദ്യ സിനിമയാണ്. അപ്പം മമ്മൂട്ടിൻ്റെ ഒരു പടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പടം. ഒരു ആക്ഷൻ, ഒരു മാസ്, ഒരു എൻ്റർടൈൻമെൻറ്റ് പടമായിട്ടാണ് ഈ ഫിലിം ഇറങ്ങുന്നത്. അപ്പോൾ ലിജോന്ന് നമ്മൾ ഒരു വലിയ മാസ് പടം ഇതായിട്ട് കണ്ടിട്ടില്ല. ഒരു അങ്കമാലി ഉണ്ടെങ്കിലും എന്നാൽ മോഹൻലാലിനെ വെച്ചിട്ടൊരു വലിയ മാസ് പടം, വലിയൊരു ക്യാൻവാസിൽ ഇറങ്ങുന്ന ഒരു പടമാണ്. അപ്പോൾ എന്താ പാട്, ആരാധകരും മോഹൻലാൽ ഫാൻസ് മാത്രമല്ല, മമ്മൂട്ടി ഫാൻസ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. എന്തായിരിക്കും ആ സിനിമയിലെ ഉള്ളത്. ലിജോൻ്റെ ഒരു എന്ത് മാന്ത്രിക പടിയായിരിക്കും ലിജോ അതിൽ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ കാണട്ടെ, കണ്ടിട്ട് അഭിപ്രായം പറയാം. കറക്റ്റ് അഭിപ്രായമായിരിക്കും. ഓക്കെ, സിനിമ കണ്ടിട്ട് പറയാം. പടം കണ്ട് എല്ലാവരും പോയി. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഒരു കണ്ടൊരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ലിജോ ജോസ് പില്ലശ്ശേരിൻ്റെ കറക്റ്റ് മേക്കിംഗ് തന്നെയാണ് ഇത് നടക്കുന്നത്. പിന്നെ നല്ല ഫ്രെയിമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ മോഡിലാണ് ഇത് പോകുന്നത്, കുറച്ചല്ല അത്യാവശ്യം സ്ലോ ലെവലാണ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഒരു വ്യത്യസ്തമുണ്ട്. പിന്നെ രാജസ്ഥാൻ ലൊക്കേഷൻ അത് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിന് ഓരോ ഫ്രെയിമിനും ഓരോ പ്രത്യേകത ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പിന്നെ ഷോട്ട് എല്ലാ കാര്യത്തിലും ഒരു വ്യത്യസ്തത ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഇൻ്റർവെൽ സമയത്താണ് ശരിക്കും ഇതിൻ്റെ ഈ പടം ഒന്ന് ബൂസ്റ്റ് ആവണത്. അപ്പോൾ ഇൻ്റർവെല്ലിന് ശേഷം ഫസ്റ്റ് ഹാഫിന് ശേഷം ഈ പടം കുറച്ചുകൂടി മാറ്റം വരികയാണ്. അതുവരെ കണ്ടത് കുറച്ചുകൂടി മാറ്റം വരികയാണ്. പിന്നെ അതുവരെ കണ്ട ഫൈറ്റിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്ത ഫൈറ്റിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ പടം കഴിഞ്ഞ് നിൽക്കുന്നിടത്തു നിന്നാണ് ശരിക്കും പിന്നെയും കഥ മാറി പറയണത്. അവിടെ നിന്നാണ് ശരിക്കും പടം കഴിയാൻ നേരത്താണ് കഥേൻ്റെ ഒരു ബിൽഡപ്പ് വരുന്നത്. അപ്പോൾ അവസാന സമയത്ത് ഒരു മൊത്തത്തിലൊരു സംഭവമുണ്ട്, ഒരു ഭയങ്കര ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നൊരു സംഭവം. അത് ഞാൻ അങ്ങനെ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾക്ക് കാണണം. അത് ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ്ങിനായിരുന്നു. പിന്നെ ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ആ സർപ്രൈസ് നിങ്ങൾ കണ്ടതിന് അറിയണം. ഞാൻ പറഞ്ഞാൽ ഒരു ഇതാവില്ല, അത് കാണാൻ തന്നെ വേണം. അതാണ് അതിൻ്റെ ഇത്. അപ്പം പടം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു കഥാപാത്രങ്ങളെയൊക്കെ കുറിച്ചൊന്ന് പറഞ്ഞു തന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ആ സെക്കൻഡ് പാർട്ട് എന്നതല്ല കേട്ടോ സർപ്രൈസ് ആയാലും ആ സിനിമേൻ്റെ ഉള്ളിൽ കാണണം, അപ്പോഴറിയാം. അപ്പോൾ വലിയ മാസ്, ഭയങ്കര അടിയും അങ്ങനൊന്നും വിചാരിച്ച് പോകരുത്. ഒരു സ്ലോ മോഡ് പടമാണ്, വേറെ മേക്കിംഗ് സ്റ്റൈലാണ്, മൊത്തത്തിലൊരു വേറെ തന്നെ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് തന്നെ അഭിപ്രായം പറയണം. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് കണ്ടപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നുള്ളതിലാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു കഥാപാത്രങ്ങളെ മാത്രം ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഫസ്റ്റായിട്ട് തോന്നിയത്. പിന്നെ അതിലൊരു വലിയൊരു കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്, വലിയൊരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട് അടുത്തയിലേക്ക് വരുമ്പോൾ അടുത്തയിലായിരിക്കും
ഒരു മാരകമായിട്ട് ഇത് വരിക. ആ സ്റ്റോറിനെ ബേസ് വെക്കുമ്പോൾ അടുത്തതിൽ ഒരു മാരകം തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് കണ്ട ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ അഭിപ്രായം ഇതിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞതും അതൊക്കെ ഏകദേശം ഒരേപോലെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അഭിപ്രായം ഒരുപോലെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പടം സ്ലോ ആണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഫ്രെയിമൊക്കെ കുറച്ചുകൂടി സ്പീഡ് ആവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സ്പീഡ് ആവുന്നുണ്ട്. പിന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. മോഹൻലാലിൻ്റെ ഫൈറ്റിനെ കുറിച്ച് പറയാനുണ്ട്. അതിൽ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് ഫൈറ്റ് വരുന്നുണ്ട്. ആ ഫൈറ്റൊക്കെ ഗംഭീരമാണ്. ആ ഒരു എന്താ പറയുക, ഒരു പഞ്ചഗുസ്തി പോലുള്ള സംഭവമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ആ എടുത്ത മേക്കിംഗ് ഒക്കെ വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇത് നല്ലൊരു സ്റ്റോറിയാണ് കേട്ടോ. ഇതിലുള്ളത് നല്ല സ്റ്റോറിയാണ്. ഓക്കെ, ഗുഡ് ബൈ. ബേബി നിഷ്ണാവ്.